ഒന്നുമില്ല. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ചിലപ്പോൾ ഞാൻ സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നാൽ പറയും ഈ പറഞ്ഞ പോലെ പഴഞ്ചനാണെന്നൊക്കെ പറഞ്ഞേക്കാം. ഇതെന്നറിയോ എന്തിനാ പറയുന്നത്? നമ്മളിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. സംഭവം അതാണ്. കാരണം ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഒരു കഥയും കൊണ്ട് ഹീറോയുടെ പുറകിൽ നടക്കുക, അതിനുവേണ്ടി അല്ലേ? ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കംപ്ലീറ്റ് ആൾക്കാർ നമ്മള് പിന്നെ പറഞ്ഞ ചേർന്ന ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു സാഹചര്യം ഇപ്പം മൂസ 2 നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായി ആ പോകുമ്പോൾ ഒന്നിച്ച് അന്ന് ഇങ്ങനെ ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മൂസ 2 ഉണ്ടാവും. അതുണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് കണ്ടിട്ട് നിങ്ങളെയൊക്കെ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആൾ ചെയ്തിരുന്നത് ചിലപ്പോൾ ബെറ്ററായെന്ന് പറയും. അതിന് ഞാൻ വഴിവെക്കുകയല്ല. ഒന്നെങ്കിൽ കട്ടക്ക് പിടിച്ച് ഞാൻ അന്നുണ്ടാക്കിയതാണ് തന്നെ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. അത് ഞാൻ തീർച്ചപ്പെടുത്തും. കാരണം വിട്ടുകൊടുക്കുകയില്ല, കൊടുക്കില്ല. സ്കോട്ട്ലൻഡിൽ തുടങ്ങും. സ്കോട്ട്ലൻഡിലായിരിക്കും ഇൻട്രഡക്ഷൻ സോങ്. പല കലാകാരന്മാരും ഇപ്പൊ ഇല്ല. അപ്പൊ മൂസ 2 എങ്ങനെയായിരിക്കും അത് ലെജൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന പല കഥാപാത്രങ്ങളും ഇന്ന് മലയാളം. ഒരു കാര്യം ഞാൻ പറയും, പല ഇന്റർവ്യൂവിൽ ഞാൻ പത്രസമ്മേളനത്തിന് പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മേളനം പോലെ മാറാറുണ്ട്. ഇത് പതി ടേക്കർ എന്ന സിനിമയുടെ പത്രസമ്മേളനം. നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിന്റെ നമുക്ക് വിജയാഘോഷ സമ്മേളനത്തിൽ നടത്താം. പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം. ഒരിക്കലും ഇങ്ങനെ ഈ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമുക്കറിയാം ജെയിംസ് ബോണ്ട് സീരീസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനും ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ. മൂന്നല്ല ഇപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നികത്താൻ ശ്രമിക്കും. പിന്നെ കഴിവിന് അതാ പറഞ്ഞ ഒരുപാട് കടമ്പകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും, ഇതാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം. എന്തായാലും ഉറക്കം കെടുത്തുന്ന ദിവസങ്ങളായിരിക്കും അത്. അപ്പം എന്തായാലും നമുക്ക് പുറകിലേക്ക് വരാം.